മത്തായി സുവിശേഷൻ ധനവാനാണെന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം വലിയൊരു ഫീസ്റ്റ് മത്തായി സുവിശേഷൻ ഒരുക്കുന്നുണ്ട് ഈശോയ്ക്ക് വേണ്ടി. വലിയൊരു ഫീസ്റ്റ് ഒരുക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയൊരു ജനക്കൂട്ടം വരുന്നു. അത്രയും വിശാലമായ സംവിധാനങ്ങളും സാഹചര്യങ്ങളും സമ്പത്തും മറ്റ് അനുരൂപമായിട്ടുള്ള ഘടകങ്ങളും ഉള്ള ഒരു മനുഷ്യനാണ്. സോ ഹി വാസ് എ റിച്ച് മാൻ. അപ്പം ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിച്ച് മാൻ ഈശോയുടെ ശിഷ്യഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ്. സഭ അതുകൊണ്ട് തന്നെ മത്തായി സുവിശേഷകനെ പേട്രൺ സെയിൻ്റായിട്ട് വെച്ചിരിക്കുന്നത് ബാങ്കുകാരുടെയും അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നവരുടെയും ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഡെപ്റ്റൊക്കെ എഴുതുന്നവരുടെയും സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെയൊക്കെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധനായിട്ടാണ് മത്തായി സുവിശേഷകനെ സഭ ആചരിക്കാൻ ആവശ്യപ്പെടുന്നത്. എല്ലാ വർഷവും സെപ്റ്റംബർ 21 ആഗോള സഭയിൽ മത്തായി സുവിശേഷകൻ്റെ ഫീസ്റ്റ് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സുവിശേഷം എഴുതിയ ആളും ഏറ്റവും വലിയത് മീൻസ് ഏറ്റവും കൂടുതൽ ചാപ്റ്ററുകളുള്ളത്. ഉദാഹരണത്തിന് മത്തായി സുവിശേഷത്തിൽ 28 അധ്യായങ്ങളുണ്ട്. ഇത്രയും വലിയ നീണ്ട എഴുതുമ്പോൾ തന്നെ അദ്ദേഹം വളരെ സ്കോളറാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്കോളറാണെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഈശോയുടെ ജിനിയോളജി, ക്രിസ്റ്റോളജിയൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് യേശുവിൻ്റെ ജിനിയോളജി, യേശുവിൻ്റെ ജനനത്തിൻ്റെ ആ ഒരു ശാഖ, അതൊക്കെ വിവരിക്കുന്ന വിവരണത്തോടുകൂടിയാണ് മത്തായി സുവിശേഷകൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ടൊരു ലേണഡ് സ്കോളറാണ്, റിച്ച് മാനാണ്, ടാക്സ് കളക്ടറായിരുന്നു, സമൂഹത്തിൽ ഗവൺമെൻറ് തലത്തിൽ അംഗീകാരമുള്ള മനുഷ്യനായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഹി ലെഫ്റ്റ് എവറിത്തിങ് ആൻഡ് ഫോളോഡ് ഹിം എന്നുള്ള വരിക്ക് അർത്ഥമുണ്ട്. അപ്രകാരം വിട്ടുപോയ മത്തായി സുവിശേഷനെ കൃത്യമായിട്ട് ഈ സംഭവം മനസ്സിലാക്കാനും എഴുതാനും പറ്റും. ആ വചനം കേട്ട യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നമുക്കറിയാം ഈശോയുടെ അടുക്കുന്നതിൽ നിന്ന് ആ ധനികനായ യുവാവിനെ പിന്തിരിപ്പിച്ച ഘടകം അവൻ്റെ സമ്പത്തായിരുന്നു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത്. ഈ വ്യക്തിക്ക് സ്വത്താണെങ്കിൽ ചിലർക്ക് ഉപേക്ഷിക്കേണ്ടത് അവരുടെ അഹങ്കാരമായിരിക്കാം. കാരണം ആ മനുഷ്യന് ധാരാളം അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് എഴുതി ചേർക്കാൻ തക്ക വിധം. ചിലർക്ക് ഉപേക്ഷിക്കേണ്ട ചില തെറ്റായ ബന്ധങ്ങളായിരിക്കാം. ചില തെറ്റായ ബന്ധങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരാൻ തടസ്സമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയോട് ഈ കോണ്ടെക്സ്റ്റിൽ ദൈവം പറയുന്നത്, നിനക്കൊരു കുറവുണ്ട്, നീ ആ തെറ്റായ ബന്ധം ഉപേക്ഷിക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക.